बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो।
मेरे लाडलो जागो, मेरे लाडलो जागो।
ഓം ശാന്തി. ഓം ശാന്തി. പ്രിയപ്പെട്ട ബാപ്ദാദയോടൊപ്പം നമുക്ക് മന്മനാഭവയാകാം. മധ്യജീഭവയാകാം. മന്മനാഭവ. അർത്ഥം: ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവായ എന്നെ മാത്രം ഓർമ്മിക്കൂ. ഭഗവാനുവാചിയുടെ സ്വരൂപമാകാം. ഭഗവാനോടുള്ള അതിയായ സ്നേഹം പ്രഭുപ്രേമം ദേഹത്തെയും ദേഹത്തിൻ്റെ ലോകത്തെയും സെക്കൻഡിൽ മറക്കാൻ പുറത്തുനിന്ന് അകത്തേക്ക് കടക്കാൻ എനിക്ക് ഒരു സെക്കൻഡ് സമയമേ വേണ്ടൂ. അശരീരിയാകും. ഭ്രുകുടിയാകുന്ന കുടിലിൽ ഞാൻ എന്നെ യോഗി രൂപത്തിൽ ദർശിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിൽ മുഴുകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ആത്മദർശനം കൊണ്ട് തന്നെ ഞാൻ ആനന്ദിക്കുകയാണ്. എത്ര സൂക്ഷ്മമാണെൻ്റെ രൂപം. വെള്ളി നക്ഷത്രം പോലെ തിളങ്ങുന്ന അലൗകിക ആത്മീയ ഊർജം ശാന്തമായ പ്രകാശമാണ് ഞാൻ.
മനസ്സിനുള്ളിൽ ശുദ്ധിയുടെ, പവിത്രതയുടെ നിർമ്മലത ബുദ്ധി ദിവ്യവും ശക്തിശാലിയുമാണ്. മനസ്സ് നിറയെ ആത്മീയ സ്നേഹത്തിൻ്റെ പ്രകാശമാണ്. സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സ് മനോസുഖമെന്താണെന്ന് അനുഭവിക്കുകയാണ് ഞാൻ. ആ ശരീരിയായ എനിക്ക് ഈ അശരീരി സ്ഥിതി തന്നെ ദേഹത്തിൽ നിന്ന് വേറിട്ട് എൻ്റെ സ്വന്തം അസ്തിത്വം ആത്മസ്വരൂപമാണ് ഞാൻ. ഈ ആത്മീയ ദർശനം, സ്വദർശനം എനിക്ക് നൽകുന്നത് ആനന്ദമാണ്. ആത്മീയ ആനന്ദത്തിലാണ് ഞാൻ. സന്തോഷത്തിനായി എനിക്കിനി മറ്റൊന്നും ആവശ്യമില്ല. ആത്മീയ ലഹരി എന്താണെന്ന് അനുഭവിക്കുകയാണ് ഞാൻ. ഈ ആത്മീയ ആനന്ദത്തിൽ ഞാൻ മനാഭവയാകുകയാണ്. ഇപ്പോഴെൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരേയൊരു ബാബ മാത്രമാണ്. എൻ്റേത് ഒരേയൊരു ബാബ, പരംപിത പരമാത്മാ ശിവ ബാബ. സത്യം ശിവം സുന്ദരം.
ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ, മഹാക്ഷേത്രം, മഹാദേവക്ഷേത്രം, സത്യം സത്യമായ തീർത്ഥാടന കേന്ദ്രം, സത്യമായ ക്ഷേത്രം, ശിവബാബ കുടികൊള്ളുന്ന ചൈതന്യ ക്ഷേത്രമാണ്, ചൈതന്യമിരിക്കുന്ന ക്ഷേത്രമാണ്. പരംധാമത്തിൽ, ഈ മഹാദേവ ക്ഷേത്രത്തിൽ ദേവാദിദേവനെ, മഹാദേവനെ ദർശിക്കുകയാണ് ഞാൻ. മുപ്പത്തിമൂന്ന് കോടി ദേവാത്മാക്കളും അതിന് താഴെ ധർമ്മസ്ഥാപകരെല്ലാം, മഹാത്മാക്കളെല്ലാം, സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം, മാമുനിമാരും ഋഷിഗണങ്ങളുമെല്ലാം മുഴുവൻ മാനവജാതിയും പരംധാമം നിറയെ നിറഞ്ഞിരിക്കുന്ന സർവാത്മാക്കളും ബാബയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സർവാത്മാക്കളും സർവാത്മാക്കളുടെയും നാഥൻ, വിശ്വത്തിൻ്റെ മുഴുവൻ നാഥൻ, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകൻ, വിശ്വപിതാവ്, സർവരുടെയും ദൈവം, സർവരുടെയും അല്ലാഹു, സർവരുടെയും യഹോവ, സർവരുടെയും ഭഗവാൻ, സർവർക്കും ദൈവം തമ്പുരാനാണ്. എനിക്കെൻ്റെ മാതാവും പിതാവുമാണ്. ബാബ മധുരമായ ബാബയുടെ മധുരമായ സ്മൃതിയിൽ മധുരമധുരമായ ഈശ്വരാനുഭൂതിയിൽ പരമാനന്ദത്തിൽ മുഴുകുകയാണ് ഞാൻ. എല്ലാ സങ്കല്പങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്.
കേവലം ബാബയുടെ മടിയിലിരുന്ന് ഈശ്വരീയ മടിത്തട്ടിൻ്റെ സുഖാനുഭൂതിയിൽ മുഴുകുകയാണ്. എത്ര സമയം ബാബയുടെ മടിയിലിരിക്കാമോ? ഭഗവാന്റെ മടിത്തട്ടിൻ്റെ അതീന്ദ്രിയമായ സുഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകൂ. പൂർണ്ണമായും മന്മനാഭവ. ഇനി നമുക്ക് മധ്യാജീഭവയാകാം. മധ്യാജീഭവ വിഷ്ണു സമാനം വൈഷ്ണവരാകുക. വിഷ്ണുപുരിയിലെത്താനായി ആദ്യം ബ്രഹ്മപുരിയിലേക്ക് പോകാം. മന്മനാഭവസ്ഥിതിയിൽ കിട്ടിയ പൂർണ്ണ ഊർജത്തോടെ ബ്രഹ്മപുരിയിലാണിപ്പോൾ ഞാൻ. ശിവബാബ ബ്രഹ്മബാബയുടെ മസ്തകത്തിൽ ബാബ് ദാദയുടെ കരവലയത്തിലേക്ക് ബാബയുടെ മടിയിൽ എനിക്ക് ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണനായി ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണ ജന്മം കിട്ടിയിരിക്കുകയാണ്. ബാബ എന്നെ ഇരു കൈകളിലേക്കും സ്വീകരിച്ച് ദത്തെടുത്തിരിക്കുകയാണ്. തിലകം ചാർത്തി അമർഭവ വരദാനം നൽകി അമരത്വബോധത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ബാബ. ചിരഞ്ജീവിയാക്കിയിരിക്കുകയാണ്. ഞാൻ അമരനാണെന്ന ആത്മാവാണെന്ന തിരിച്ചറിവ്, ബാബയുടെ കുട്ടിയാണെന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചം നൽകി ബാബ് ദാദയുടെ മസ്തകത്തിൽ നിന്ന് ശക്തിയും ആ മുഖകമലത്തിലൂടെ ജ്ഞാനവും പ്രദാനം ചെയ്ത് ബാബ എനിക്ക് ബ്രാഹ്മണ ജന്മത്തിൽ
ജീവിതത്തിൻ്റെ പാലന നൽകുകയാണ്. ശുദ്ധിയുള്ള ബ്രാഹ്മണനാക്കി ബാബ എന്നെ വളർത്തുകയാണ്. ബ്രാഹ്മണൻ എന്നാലേ വിധിപൂർവം ശുദ്ധിയോടെ ജീവിക്കുന്ന ശ്രേഷ്ഠൻ. ബാബ എനിക്ക് ബ്രാഹ്മണൻ്റെ പൂണൂലിട്ട് തന്നു കഴിഞ്ഞു. ശ്രീമതത്തിൻ്റെ വിധിയിലൂടെയാണ് ഇപ്പോഴെൻ്റെ ജീവിതം. ഉറങ്ങുമ്പോൾ വരയ്ക്കും ഉണരുന്നത് മുതൽ പൂർണ്ണദിനചര്യയുടെ പൂണൂലിലാണ് ഞാൻ. വിധിയിലൂടെ ജീവിക്കുന്നതിനാൽ സിദ്ധിയുമുണ്ട്. വിധി മാത്രമല്ല, ശുദ്ധിയുള്ള ബ്രാഹ്മണനാക്കി ബാബ എന്നെ. സമ്പൂർണ്ണ പവിത്രതയുടെ ശുദ്ധി. ജ്ഞാനം നിത്യേന ജ്ഞാനമുരളി നൽകി ബ്രഹ്മമുഖത്തിലൂടെ ജ്ഞാനാമൃതം നൽകി ബാബ എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ പഠിക്കുന്നു. ധാരണ ചെയ്ത പാഠങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണനാക്കി ബാബ എന്നെ വളർത്തുകയാണ്. ഓരോ കർമ്മങ്ങളും ശ്രീമതപ്രകാരം ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്ത് കുടുംബി ബ്രാഹ്മണനായി ലോകത്തിന് മാതൃക കാണിക്കാൻ, കുടുംബത്തിന് മാതൃക കാണിക്കുന്ന ബ്രാഹ്മണനാക്കി ബാബ എന്നെ വളർത്തുകയാണ്. ബ്രഹ്മാപുരിയിലാണ് എൻ്റെ പാലന നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവ് ജന്മം തന്നിരിക്കുകയാണ്, വളർത്തുകയാണ്. ബ്രഹ്മാപുരിയിൽ നിന്ന് ഇനി ശങ്കർപുരിയിലേക്ക് പോകാം. ബ്രഹ്മാപുരിയും ശങ്കർപുരിയും കടന്നാലേ വിഷ്ണുപുരിയിലെത്താൻ കഴിയും. ശങ്കർപുരി അർത്ഥം ബ്രഹ്മബാബയെ പോലെ, ആദിയോഗിയെ പോലെയുള്ള യോഗിയാകണം. ബ്രഹ്മബാബയ്ക്ക് സമാനം ദേഹബോധത്തെ ഭസ്മീകരിച്ച ആത്മനേത്രം തുറന്ന ശിരസിൽ ജ്ഞാനഗംഗയെ വെച്ച് വികാരങ്ങൾ ആകുന്ന സർപ്പത്തെ പൂർണ്ണമായും അധീനമാക്കിയ, ആഭരണമാക്കിയ, ആനന്ദനൃത്തം ചെയ്യുന്ന യോഗി, പൂർണ്ണമായും മനസ്സ് ശിവബാബയിൽ അർപ്പിക്കുന്ന യോഗി. ഇപ്പോൾ ഞാൻ ശങ്കർപുരിയിലാണ്. മൂന്നാം കണ്ണ് തുറക്കൂ. ദേഹമാകുന്ന ബോധത്തെ ദഹിപ്പിച്ച് ആത്മനേത്രം തുറന്ന് ബാബയുടെ ഓർമ്മയിലിരുന്ന്
വികാരങ്ങളാകുന്ന സർപ്പങ്ങളുടെ മേൽ വിജയം നേടുകയാണ് ഞാൻ. ശിവബാബയുടെ കിരണങ്ങൾ ആത്മാവിലേക്ക് നിറഞ്ഞ് സർവശക്തികളുടെ കിരണങ്ങളാൽ എൻ്റെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായി കടന്നുകൂടിയ പാമ്പുകളെല്ലാം, പാമ്പിൻ കൂട്ടമെല്ലാം, വികാരവിക്ഷോഭങ്ങളെല്ലാം അടങ്ങുകയാണ്. വികാരങ്ങളുടെ അഗ്നി തണുത്ത് 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 നിയന്ത്രണത്തിലേക്ക് വരികയാണ്. അകക്കണ്ണ് തുറന്ന ഞാൻ അറുപത്തിമൂന്ന് ജന്മത്തെ പാപങ്ങളുടെ ഭസ്മീകരണം നടത്തുകയാണ്. ശിവബാബയുടെ സർവേശ്വര കിരണങ്ങൾ എന്നിലേക്ക് നിറഞ്ഞ് പരമാത്മപ്രകാശത്താൽ ജന്മാന്തര പാപങ്ങളെല്ലാം ഭസ്മമാക്കുകയാണ്. ഞാനും ബാബയും പൂർണ്ണമായും പരമേശ്വര കിരണങ്ങൾ എന്നിൽ പതിച്ച് യോഗാഗ്നിയിൽ പാപങ്ങളെല്ലാം ഭസ്മീകരിക്കപ്പെടുകയാണ്. വികർമ്മങ്ങളെല്ലാം ഭസ്മമായി വികാരങ്ങളുടെ മേൽ നിയന്ത്രണം നേടിയ രാജയോഗി സത്യം സത്യമായ ശങ്കരനാണിപ്പോൾ ഞാൻ. യോഗി, സത്യമായ യോഗി, ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണമുള്ള യോഗി. ഇനി ഞാൻ കടക്കുന്നത് വിഷ്ണുപുരിയിലേക്കാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ രാജാവായ ആത്മാവായ എനിക്ക് വിഷ്ണുപുരിയിലാണ് ജന്മം, ലക്ഷ്മി നാരായണപുരിയിൽ. ലക്ഷ്മിയായും നാരായണനായും, ദേവനായും ദേവിയായും രണ്ട് ജന്മങ്ങളും എനിക്കുണ്ട്. ഞാൻ ഭ്രൂമധ്യത്തിലിരിക്കുന്ന പുരുഷനാണല്ലോ, സദോഗുണിയായ പുരുഷൻ. ആത്മാവിൽ നിന്നൊഴുകുന്നത് സദോഗുണങ്ങളുടെ സുഗന്ധമാണ്. സദോഗുണിയായ ഞാൻ ശ്രീലക്ഷ്മിയായി ജനിക്കുമ്പോഴും ശ്രീനാരായണ ജന്മത്തിലും ദേവനായും ദേവിയായും സ്ത്രീയായും പുരുഷനായും രണ്ട് ജന്മങ്ങളും മാറി മാറി എടുക്കണമല്ലോ. രണ്ട് ജന്മങ്ങളിലും
ഞാൻ വൈഷ്ണവനായിരിക്കും. ദിവ്യഗുണധാരിയായ വൈഷ്ണവൻ. സർവഗുണസമ്പന്നമായ സഹനശീലത, മധുരത, സ്നേഹം, ശാന്തത, ക്ഷമ, ധൈര്യം, വിശ്വാസ്യത, ദൃഢത, ഹർഷിതമുഖത, വിനയം, അച്ചടക്കം, നിർമോഹി, സത്യസന്ധത, സർവദൈവിക ഗുണങ്ങളുടെ പൂക്കൾ വിരിഞ്ഞ പൂന്തോട്ടം പോലെ സത്യം സത്യമായ വൈഷ്ണവനായി വൈഷ്ണവ സംസ്കാരത്തോടെ ഞാൻ വിഷ്ണുപുരിയിലാണിപ്പോൾ. ദിവ്യഗുണങ്ങളുടെ പൂക്കൾ വിരിഞ്ഞ പൂന്തോട്ടമാണ് വിഷ്ണുപുരി. സദോഗുണിയായ ജീവിതമാണ് വിഷ്ണുപുരി. ഈ സദോഗുണി സംസ്കാരത്താൽ എനിക്ക് 4 അലങ്കാരങ്ങളും കിട്ടുകയാണ്. ശംഖ്, ചക്രം, ഗദ, പത്മം. ജ്ഞാനം, യോഗം, ധാരണ, സേവനത്തിലൂടെ ആർജിച്ച് 4 അലങ്കാരങ്ങൾ. ജ്ഞാനിയായി ചക്രം ചുറ്റിയർത്ഥം ജ്ഞാനസ്വരൂപത്തിൽ. വ്യക്തി, സന്ദർഭം, സാഹചര്യം, സമയം ഇതിനനുസരിച്ച് വിവേകശാലിയായി പെരുമാറാൻ. എൻ്റെ മുന്നിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളിലും വിഘ്നങ്ങളിലും വിജയിക്കാനുള്ള ജ്ഞാനബലം വിവേകമാകുന്ന സ്വദർശന ചക്രം ബാബ എനിക്ക് തന്നു കഴിഞ്ഞു. വിഷ്ണുവാണ് അർത്ഥം വിവേകശാലിയാണ്. ഗദ ശക്തി. അഷ്ടശക്തികളാലും ബാബ എന്നെ അലങ്കരിച്ചു കഴിഞ്ഞു. ബാബയുമായി യോഗം വയ്ക്കുന്നത് അഷ്ടശക്തികൾ ഏത് സമയത്ത് ആവശ്യമുണ്ടോ ഈ ശക്തികൾ ഉപയോഗിച്ച് വിജയിക്കുക. ശക്തികളാൽ വിജയിക്കുന്ന ശക്തനാണ് ഞാൻ, മാസ്റ്റർ സർവശക്തിവാൻ. പവിത്രതയുടെ ധാരണയുള്ള പത്മസമാനം പവിത്രത. നാനാഭാഗവും ചെളിയാണെങ്കിലും
ഏത് സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാലും കറ പിടിക്കാത്ത ജീവിതം, ചെളിയേൽക്കാത്ത ജീവിതം, അശുദ്ധിയെ തൊടുക പോലും ചെയ്യാത്ത ജീവിതം ജീവിക്കാനുള്ള ബലം, പവിത്രതയുടെ ബലം, അഷ്ടശുദ്ധികളുടെ ബലം ബാബ എനിക്ക് നൽകിയിട്ടുണ്ട്. സ്വയം പതിതപാവനി ഗംഗയായി ജീവിച്ച് പതിതപാവനിയായി ഒഴുകി എല്ലാവരെയും ശുദ്ധീകരിക്കാൻ, സ്വയം ശുദ്ധമാകാൻ, ശംഖ സേവനം, ശരീരം മനസ്സ് ധനം, മനസ്സ വാച കർമ്മണ, സമയം സങ്കല്പം ബുദ്ധി ശ്വാസം, സർവസ്വവും വിശ്വമംഗളകാര്യത്തിൽ സഫലമാക്കി വിശ്വമംഗളകാരിയാകാൻ, സഫലമാക്കി സഫലത നേടാൻ ബാബ എന്നെ സേവനം പഠിപ്പിച്ചിരിക്കുകയാണ്. എവിടെയാണെങ്കിലും ഞാൻ ഈശ്വരീയ സേവാധാരിയാണ്. സർവഖജനാവിനെയും ഈശ്വരീയ സേവയിൽ ഉപയോഗിക്കുന്ന വിശ്വമംഗളകാരി, വിശ്വസേവാധാരിയായ വിഷ്ണുവാണ് ഞാൻ. സമ്പൂർണ്ണ മധ്യാജി ഭവയായി തീർന്നിരിക്കുന്നു. മുഴുവൻ ദിവസവും എനിക്ക് വൈഷ്ണവനായി തന്നെ വിഷ്ണുപുരിയിലെ വൈഷ്ണവ ജീവിതമാണ്. ശംഖ് ചക്രം ഗദ പത്മം ഈ അലങ്കാരത്തോടു കൂടി മുഴുവൻ ദിവസവും ജ്ഞാനിയും യോഗിയും ധാരണാസ്വരൂപവും സേവാധാരിയുമായിരിക്കെ ഞാൻ. അങ്ങനെ മുഴുവൻ ദിവസവും മന്മനാഭവയായി മധ്യാജീഭവയായിരിക്കാം. ഓം ശാന്തി.
बरसाई, ली धरती ने भी अंगड़ाई, लो प्रभु मिलन की रुत आई, लो प्रभु मिलन की रुत आई। किरणों की बाहें खोले, प्राणों में मधुरस घोले, किरणों की बाहें खोले, प्राणों में मधुरस घोले। आओ आओ गूंजन है, आओ आओ गूंजन है, मंगल मधुर निमंत्रण है, लो प्रभु मिलन की रुत आई, लो प्रभु मिलन की रुत आई। परिवर्तन की शुभ वेला है, प्रभु से महामिलन मेला है। परिवर्तन की शुभ वेला है, प्रभु से महामिलन मेला है। वरदानों से मन भर लो, वरदानों से मन भर लो, आज सफल जीवन कर लो, लो प्रभु मिलन की रुत आई, लो प्रभु मिलन की रुत आई। गूंज उठी है शहनाई, पलकें